ഗ്രാമത്തിൽ ദുഷ്ടരാജാക്കന്മാരുണ്ടായി വന്നു. ദുഷ്ടരാജാക്കന്മാരെ കൊന്നു പിടിപ്പാനായിക്കൊണ്ട് ശ്രീ പരശുരാമൻ അവതരിച്ചു. ശ്രീ പരശുരാമൻ 21 വർഷം ദുഷ്ടരാജാക്കന്മാരെ എന്നതിൻ്റെ വീരഹത്യാന് ദോഷം തീർക്കാൻ വേണ്ടി വളരെ സേവിച്ച് വാരാതിയെ നീക്കം ചെയ്തു. ഭൂമിയെ വന്നിട്ട് കേരളം 120 കാലം ഭൂമി ഉണ്ടാക്കി. ആ മലയാള ഭൂമിക്ക് രക്ഷപ്പെടണമെന്ന് എഴുതിയിട്ട് ഭൂമിയെങ്കിൽ ബ്രാഹ്മണന്മാർ അവിടെ ശ്രീ പരശുരാമൻ ഉണ്ടാക്കിയിരിക്കുന്ന കേരള ഭൂമിയെങ്കിൽ നാഗത്താന്മാർ വന്ന് നിറഞ്ഞത് കൊണ്ട് ബ്രാഹ്മണന്മാർക്ക് ഇവിടെ ഇരിക്കാൻ വെറുതെ വിട്ട് മാത്രമല്ല ശ്രീ പരശുരാമൻ സമുദ്രം നീക്കിയിട്ടാണ് ഭൂമി ഉണ്ടാക്കിയത്. ആ കേരള ഭൂമിയിൽ ലവണത്തിൻ്റെതായിരിക്കും അംശം, ഉപ്പിൻ്റെതായിരിക്കും അംശം വർദ്ധിച്ചതുകൊണ്ട് മനുഷ്യവാസത്തിന് യോഗ്യമല്ല എന്ന് കണ്ടു. മനുഷ്യവാസത്തിന് യോഗ്യമല്ല. അന്ന് ശ്രീ പരശുരാമൻ നിരച്ചു ഞാൻ പ്രയത്നിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ഭൂമി നിഷ്ഫലമായി പോകുമല്ലോ അല്ലേ. അന്ന് ശ്രീ പരശുരാമൻ നാഗരാജാവിനെ പ്രാർത്ഥിച്ചു. നാഗരാജാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാഗദേവന്മാർ കേരള ഭൂമിയെങ്കിൽ വന്നു നിലകൊണ്ടു. നാഗദേവന്മാരുടേതായിരിക്കുന്ന വിഷം ഈ ഉപ്പുനിട്ടുള്ളതായിരിക്കുന്ന ഭൂമിയെങ്കിൽ പതിച്ചാൽ ലവണത്തിൻ്റെതായിരിക്കുന്ന അംശം നീങ്ങിപ്പോകും എന്ന് കണ്ടു. അന്ന് നാഗത്താന്മാർ ശുദ്ധീകരിച്ച് കൊടുത്തിരിക്കുന്ന ഭൂമിയാണ് കേരള ഭൂമി. ഈ കേരള ഭൂമിയിൽ 4448 ദേവപ്രതിഷ്ഠ, 308 ഭൂതപ്രതിഷ്ഠ, 964 ഗ്രാമം, 18 കോട്ടപ്പടി എന്ന് വേണ്ട എന്നുള്ളതായിരിക്കും അനുഭവങ്ങളുടെ തോന്നിക്കൊണ്ടില്ലേ. അനവരതം ഭാരതം വിശേഷിക്കേണ്ടതായിരിക്കും അനുഭവങ്ങളുണ്ടെങ്കിലും പാലുള്ള പുഷ്പം പാമ്പാടി ആസാരം ഭേദമായിട്ട് 37 ദേവീദേവന്മാരുണ്ടെങ്കിലേ 37 ദേവീദേവന്മാർ. അതുപോലെ തമ്പുരാ മന്ത്രിക്കോലപ്പന ഭഗവതി സോമേശ്വരി വാടിച്ചിട്ട് വൈത്തൂരിക്കായ ഈടൂർ ശാസ്താവുതോതമ്മ അറിയിൽ ഭഗവതി പുതിയ ഭഗവതി വയനാട്ടുകളെ തെക്കേങ്കരിയാത്തൻ ഉച്ചിട്ട കരിവാട് വെച്ചുകൊണ്ടാക്കികളെ ഇരിക്കുന്ന 37 ദേവീദേവന്മാരുടെ ഭേദമായിട്ടുള്ളൊരു അനുഭൂതിയാണ് പാലുള്ള പുഷ്പം പാമ്പാട് ആസ്ഥാനവും ഭേദമായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഒരു വർഷത്തെ ഉത്സവം കഴിഞ്ഞു 1 വർഷത്തുള്ളതായിരിക്കും ഉത്സവത്തിന് കാത്തു നിന്നു അല്ലേ. ഒരു ദിവസവും കൂടെ ഈ ദേവസങ്കേതവും ഭേദമായിട്ട് വരാനും ഞങ്ങളുടേതായിരിക്കുന്ന കാര്യകർമ്മത്തിങ്കിൽ പങ്കുചേരാതായിരിക്കുന്ന എന്തുകൊണ്ട് ചൈതന്യം വർദ്ധിച്ചുകൊണ്ടല്ലേ അധികം വന്നത് അല്ലേ. ചൈതന്യം കുറഞ്ഞു പോയാലോ പുറമടിയല്ലേ ഉണ്ടാവില്ല. അപ്പോൾ സത്യമല്ലേ, ദേവന്മാർക്ക് ശക്തിയുണ്ട് അല്ലേ. അത് സത്യമായിരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ആ കാലത്തിൽ ഈ വർഷവും ഭേദമായിട്ട് സനകൻ സനന്ദൻ സനത്കുമാരൻ സനാതനൻ കാശവൻ വസിഷ്ഠൻ ദുർവാസാവ് ഘടകൻ ഘടകൻ ബാലങ്ങൾ ബാലകവ്യൻ വാൽമീകി അഷ്ടവക്തൻ അഗ്നി ശ്രാവിത്ത് ശ്രീശുരൻ വേദവ്യാസൻ ശ്രീ പരിശുദ്ധൻ ഭാണ്ഡവൻ ഭാണ്ഡവൻ ശനഭംഗൻ ഭരദ്യുതൻ പുഷ്കരൻ മൂലകൻ ഗാനങ്ങൾ എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന മഹർഷിമാർ വടാവൃക്ഷത്തിനും മറ്റും ആസനവർദ്ധിച്ചുകാരം പാലുള്ള പുഷ്പം പാമ്പാടാസാരമും ഭേദമായിട്ട് ദാനം ഉറപ്പിച്ചിരിക്കുന്ന രീതിയാണ്. വിശേഷിച്ച് അല്ലേ മുഹൂർത്തം തെറ്റി കണ്ട അല്ലേ നമ്മളായിരിക്കുന്ന വശമില്ല അല്ലേ. പുതിയ മസ്തമാനം പോലെ ഏറ്റവും പ്രസക്തം പോലെ നന്മയും തിന്മയുണ്ട് അല്ലേ. അങ്ങനെ വല്ല കാര്യങ്ങൾ പറഞ്ഞ് നേരെയാക്കേണ്ടവല്ല അനുഭവം ഇവിടെ അതൊക്കെ ചിന്തിക്കൊണ്ട് ഉണ്ടോ. അല്ലേ കാലാവസ്ഥമാരായാലും ക്ഷേത്രമാരായാലും ജനപക്ഷത്തെ ഇവിടെ നമുക്കത് നന്മയായിരിക്കുന്ന വഴിക്ക് പഠിപ്പിക്കുന്നല്ല നല്ലതല്ലേ. ഒക്കെ പറഞ്ഞൊന്നല്ല, ഇവിടെ തന്നെയാണ് അല്ലേ. ഈ ദേശത്ത് അടങ്ങിയിരിക്കുന്ന ഭക്തന്മാർ തന്നെയാണ്. മനസ്സുണ്ട് അല്ലേ. നിങ്ങളാ പറഞ്ഞത് അല്ലേ. ദേവന്മാരുണ്ടെങ്കിൽ അസുരന്മാരുണ്ടാവും, അസുരന്മാരുണ്ടെങ്കിൽ ദേവന്മാരും ഉണ്ടാവും അല്ലേ. ഈ രണ്ടും തർക്കിച്ചാലല്ലേ
അതിൻ്റെ ദോഷം വരും അല്ലേ? അപ്പോൾ അത് ദാനം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിൽ അസുരത വന്നാൽ പിന്നെ അവിടെ നിൽക്കും അല്ലേ? അപ്പം എന്താ വേണ്ടത്? സർവേശ്വരിയായിരിക്കുന്ന നാഗേശ്വരിയും നാട്ടുപരദേവതയും വൈകുണ്ഠനും ദൈവം പറകാലൊക്കെ ഉണ്ട് അല്ലേ? ആ യാത്രത്തിന് ബോധോദയം കൊടുത്ത് അല്ലേ? ബോധോദയം വേണ്ട ധനം അത് മനസ്സ് തരുമ്പം മനസ്സോടുകൂടെ പറയുന്നത് കണ്ടോ? വാതില വീണിൽ അല്ലേ? ബോധമുണ്ടെങ്കിലോ ഇതിനകത്ത് ബോധമുണ്ടെങ്കിൽ അത് നഷ്ടമല്ലേ? അപ്പോൾ ഈ യാത്ര കിട്ടിയിട്ട് അങ്ങനെയാണ് അതിൻ്റെ ജീവിതം പറയുന്നത്. മാതാവായിട്ട് പറയുന്നല്ല, ജീവിതം കേട്ട് പറയുന്നു. ഒരു പഴം പുസ്തകത്തിൽ നിന്ന് പഴുത്ത് പറച്ചാൽ ഭദ്രം കൊടുക്കും അല്ലേ? അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇതുവരെ കണ്ടെത്തിയെങ്കിലും നാഗക്കളെന്താ ചെയ്യുക? ചോദിക്കുന്നില്ല. നാഗഭൂമിയാണ്. മനുഷ്യന്മാർക്ക് അല്പകാലം അത് മുറിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഭക്ത നാഗഭൂമിയാണ്, നാഗദേവത്തല്ലേ. അപ്പോൾ സന്താനം അവിടെ പോയി ഇരുന്നാൽ അവിടെ ഇരിക്കുന്ന ഇരിക്കുമ്പോൾ ഉണ്ടാകണം. ഒരുപാട് ശ്രമിക്കും. അതുകൊണ്ട് നാടിൻ്റെ വഴിപ്രകാരം ആവശ്യങ്ങൾ അറിയിച്ചിട്ട് ഭഗവതിയോട് ചേർന്ന് അത് ഏവർക്കും ഹിതമായിരിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരേണ്ട ഒരു വഴി ഞങ്ങളെല്ലാവരും അതിൻ്റെ അനുഭവങ്ങൾ വെച്ചാൽ പോലെ അറിയണ്ട.